പകൽ സമയത്ത് വിശ്രമിച്ച് രാത്രികാലങ്ങളിൽ കാട് വിട്ട് പുറത്തിറങ്ങി മനുഷ്യനെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന രാക്ഷസർ വസിക്കുന്ന ഗ്രാമം. ആ ഗ്രാമത്തിൽ അകപ്പെട്ടു പോകുന്ന ഒരു കൂട്ടം കഥാപാത്രങ്ങളുടെ കഥയാണ് ഫ്രം. ഈ രാക്ഷസരുടെ പ്രത്യേകത എന്തെന്നാൽ ഇവർ മനുഷ്യരെ വേട്ടയാടുന്നത് ഓടിച്ചിട്ടല്ല. ഇതുവരെയുള്ള എപ്പിസോഡുകളിൽ ഒന്നും തന്നെ ഇവ ഓടുന്നതായി കാണിച്ചിട്ടുമില്ല. ഒരു ചെറു പുഞ്ചിരിയോടെ പതിയെ നടന്ന് അരികിലേക്കെത്തി മനുഷ്യനെ വലിച്ചു കീറുകയാണ് രീതി. എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഗ്രാമത്തിലെ ചില നിയമങ്ങൾ നിങ്ങൾ പറഞ്ഞിരിക്കണം. ഒരു മാന്ത്രിക കല്ല് പ്രധാന വാതിലിനോട് ചേർന്ന് തൂക്കിയിട്ടാൽ ഈ രാക്ഷസ ജന്തുക്കൾ അകത്തേക്ക് പ്രവേശിക്കാറില്ല. അവിടെയുള്ളവർ ഇതിനെ ടാലിസ്മാൻ എന്നാണ് വിളിക്കാറുള്ളത്. പിന്നീട് ഈ രാക്ഷസ ജന്തുക്കൾ വീട്ടിലേക്ക് പ്രവേശിക്കാനുള്ള കാരണം നമ്മൾ അവരെ ക്ഷണിക്കുക മാത്രമാണ്. വാതിലുകളോ ജനലുകളോ അബദ്ധവശാലാണെങ്കിലും തുറന്നു കിടക്കുകയാണെങ്കിൽ അത് ഇവയ്ക്കൊരു ക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മാത്രവുമല്ല, കുട്ടികളുള്ള വീട്ടിൽ ജനൽപ്പാളികൾ ആണിയടിച്ചുറപ്പിക്കാറുമുണ്ട്. കാരണം അറിവില്ലായ്മ കൊണ്ട് ഒരുപക്ഷെ കുട്ടികൾ വാതിൽ തുറന്നു കൊടുക്കുന്നത് കൊണ്ടാകണം ഗ്രാമത്തിലെ ഒട്ടുമിക്ക വീടുകളും രാത്രികാലമായാൽ ജനൽപ്പാളികളിൽ കർട്ടൻ വെച്ച് മറയ്ക്കാറുണ്ട്. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആൾ നമ്മളെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യും വാതിൽ തുറക്കാൻ. ഈ ഗ്രാമത്തിൽ ആളുകൾ വസിക്കുന്നത് രണ്ട് തരത്തിലാണ്. കുന്നിൻ ചെരുവിലുള്ള ഒരു വലിയ വീട്ടിൽ ഒരു കൂട്ടം അപരിചിതർ ഒരൊറ്റ കുടുംബമായി താമസിക്കുന്നു. അവർ ഇതിനെ കോളനി ഹൗസ് എന്നാണ് വിളിക്കാറുള്ളത്. അവിടുത്തെ തീരുമാനങ്ങളുടെ അവസാന വാക്ക് ഒരു ശക്തമായ സ്ത്രീ കഥാപാത്രമാണ്. പേര് ഡോണ. മുൻപ് നമ്മൾ സംസാരിച്ച ബോയ്ഡുമായി ഇവർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കോളനി ഹൗസിൽ താമസിക്കാത്ത ആളുകൾ ടൗൺ ഏരിയയിൽ ഷെരീഫ് ബോയ്ഡിന്റെ ഓഫീസിനോട് ചേർന്നാണ് താമസിക്കാറുള്ളത്. മാത്രവുമല്ല, ഈ ഗ്രാമത്തിലേക്ക് എത്തപ്പെടുന്നതിന് മുമ്പ് ആളുകൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. റോഡിലേക്ക് കടപുഴകി വീണു കിടക്കുന്ന ഒരു മരം, അതിനു ചുറ്റും അലമുറയിട്ട് കരയുന്ന കാക്കകൾ. ഒന്നാമത്തെ എപ്പിസോഡിൽ ദൂരയാത്ര പോകുകയായിരുന്ന ഒരു കുടുംബം ഈ മരം നടുവഴിയിൽ കാണുകയും പിന്നീട് വാഹനം തിരിച്ച് ഈ ഗ്രാമത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്യുകയായിരുന്നു. ആ വാഹനത്തിലുണ്ടായിരുന്നത് കേവലം 4 പേരാണ്. ഗ്രഹനാഥനായ ജിം മാത്യൂസ്, അയാളുടെ ഭാര്യ തബീത്ത, മൂത്ത മകൾ ജൂലി, ഇളയ മകൻ ഈഥാൻ. കഴിഞ്ഞ അധ്യായത്തിൽ വാഹനം മറിഞ്ഞ് ഈഥാന്റെ വലത്തെ തുടയിലൂടെയായിരുന്നു മരച്ചില്ല തുളച്ചു കയറിയത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ടയർ പഞ്ചറാക്കാൻ വേണ്ടി ബോയ്ഡ് റോഡിന് കുറുകെ മുള്ളുകൾ നിറയ്ക്കുന്നു. പക്ഷേ അതിനു മുമ്പ് ഈ വാൻ മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപകടമറിഞ്ഞ് അവിടേക്ക് എത്തുന്ന ധൃതിയിൽ റോഡിൽ വിരിച്ച മുള്ളുകൾ തിരിച്ചെടുക്കാൻ അദ്ദേഹം മറന്നു. ബോയ്ഡ് സംഭവ സ്ഥലത്തെത്തി ടബീത്തയും ജൂലിയെയും കൂട്ടാളികൾക്കൊപ്പം തിരിച്ച് കോളനി ഹൗസിലേക്ക് പറഞ്ഞുവിട്ടു. കാലത്തിന്റെ ദുർവിധി എന്നോളം അദ്ദേഹം മുമ്പ് റോഡിൽ വിരിച്ച മുള്ളാണികൾ ഇവരുടെ വാഹനത്തെ പഞ്ചറാക്കുന്നു. അപ്പോഴേക്കും ഇരുട്ട് മയങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ദൂരെ നിന്നും അവർക്ക് കോളനി ഹൗസ് കാണാം. അങ്ങനെ ആ സംഘം കോളനി ഹൗസിനുള്ളിൽ പ്രവേശിക്കുന്നു. അകത്തേക്ക് പ്രവേശിച്ച ഉടനെ ടബീത്തയെയും ജൂലിയെയും ബന്ധനസ്ഥരാക്കാൻ ഡോണ ആവശ്യപ്പെടുന്നു. കാരണം അവർക്ക് അവരുടേതായ പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു. കെട്ടുകഥകളിൽ മാത്രം കാണുന്ന രാക്ഷസർ ഇവിടെ അരങ്ങുവാഴുകയാണെന്ന് ഒരുപക്ഷെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. അതുമാത്രമല്ല, പുതിയതായി വരുന്നവരുടെ അശ്രദ്ധ ഒരുപക്ഷെ മറ്റുള്ളവരുടെ ജീവനെ ബാധിക്കാതെ ഇരിക്കാൻ വേണ്ടിയായിരിക്കണം അവരെ ബന്ധനസ്ഥരാക്കിയത്. ഇതേ സമയം കാടിനോട് ചേർന്ന് മറിഞ്ഞു കിടക്കുന്ന വാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഈഥന്റെ വലത്തെ തുടയിൽ നിന്നും മരച്ചില്ല പുറത്തെടുക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു. ഗ്രഹനാഥനായ ജിം ബോയ്ഡിന്റെ അടുക്ക് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞില്ലേ അത് മനുഷ്യരല്ലെന്ന്, പിന്നെ അതെന്താണ്? അപ്പോൾ ബോയ്ഡ് തിരിച്ചു പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, അതെന്താണെന്ന് എനിക്കും അറിയില്ല, പക്ഷെ ഒന്നു മാത്രം അറിയാം, ഇതാണ് ടാലിസ്മാൻ, ഇത് നമ്മളെ രക്ഷിക്കും. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയില്ല. കുട്ടിക്ക് വേദന സംഹാരി നൽകി ആ മരച്ചില്ല പുറത്തേക്ക് വലിച്ചെടുക്കുന്നു. ഈ വാൻ മറിയാൻ കാരണം നേർദിശയിൽ വന്ന മറ്റൊരു കാറാണ്. അതിലുണ്ടായിരുന്ന ഒരാൾ ചോര ഛർദ്ദിച്ചതുകൊണ്ട് ക്ലിനിക്കിലാക്കിയതിനു ശേഷം മറ്റേയാൾ അബോധാവസ്ഥയിലായതുകൊണ്ട് തന്നെ കോളനി ഹൗസിലേക്ക് എലിസ് എത്തിക്കുന്നു. നഗരത്തിന്റെ നേതൃസ്ഥാനത്തിലുള്ള ബോയ്ഡിന്റെ മകനായിരുന്നു എലിസ്. കോളനി ഹൗസിന്റെ മുകൾ നിലയിൽ തബീത്തയോട് യാഥാർത്ഥ്യം എന്തെന്ന് പതിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഡോണ ശ്രമിക്കുന്നു. എന്നാൽ കയ്യിലെ കെട്ട് മോചിപ്പിച്ച ഉടനെ തന്നെ തന്റെ മകളെ കാണാൻ തബീത്ത കുതറിയോടി. ശേഷം ഡോണ ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ കാണാൻ സാധിക്കും, പക്ഷെ ഞാൻ പറയുന്ന കാര്യം കൂടി കേട്ടു നോക്കൂ. ഡോണ ഈ സ്ഥലത്തിലെ ഭയാനകമായ കഥകളും ഒപ്പം എടുക്കേണ്ട മുൻകരുതലുകളും തബീത്തയ്ക്ക് പറഞ്ഞു കൊടുത്തു. ഇതിനെല്ലാം തിരിച്ചു കിട്ടിയ മറുപടി എന്തെന്നാൽ, നിങ്ങൾക്ക് ഭ്രാന്താണോ എന്നൊരു ചോദ്യമാണ്. തിരിച്ചു ഡോണ പറയുന്നുമുണ്ട്, അങ്ങനെ ആയിരുന്നെങ്കിലെന്ന് ഞാൻ ആശിച്ചു പോകുന്നു. ഈ ഭയാനകമായ കഥകളെല്ലാം അവരുടെ മനസ്സിന്റെ ഒരു കോണിലെ ചിന്തകൾ മാത്രമായിരുന്നെങ്കിലെന്ന് അവർ ആശിച്ചു പോകുന്നു. ശേഷം ഡോണയുടെ മറു ചോദ്യമെത്തി, നിങ്ങൾ ആ മരം കണ്ടതിന് ശേഷം റോഡിൽ എത്ര മണിക്കൂർ വാഹനം ഓടിച്ചു?
വീണ്ടും വീണ്ടും ഒരേ പാത എത്ര തവണ പിന്തുടർന്നു. എല്ലാം അവസാനിച്ചത് ഈ ഗ്രാമത്തിലേക്കാണ്. എന്നിട്ട് ഡോണ അവരെങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടതെന്ന് വിശദീകരിക്കാൻ തുടങ്ങി. തന്റെ സഹോദരിയുമൊത്ത് ഒരു ഹണ്ടിങ് ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് ആ മരം കണ്ടത്. ഇവർ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നേരം പകൽ നേരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ കറങ്ങി ഒരുപാട് നേരം സഞ്ചരിച്ചിട്ടും അതേ സ്ഥലത്ത് തന്നെ എത്തപ്പെടുന്നു. അവസാനം റോഡിന് കുറുകെ ഒരാൾ നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് വണ്ടി നിർത്തി ഡോണയുടെ സഹോദരി അതിന്റെ അരികിലേക്കെത്തി. കയ്യിലൊരു തോക്കുമുണ്ടായിരുന്നു. ആ റോഡിൽ ഇറങ്ങി നിൽക്കുന്നത് ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഒരുപക്ഷെ മാറിയിട്ടുണ്ടാകണം കയ്യിലെ തോക്ക് കണ്ടിട്ട്. പക്ഷേ അയാൾ അവിടെ തന്നെ നിന്നു, ഒരു അനങ്ങാപ്പാറ പോലെ. മുഖത്തൊരു ചെറു പുഞ്ചിരിയുമുണ്ട്. ശേഷം ഡോണ കാണുന്നത് ആ ചിരിച്ചുകൊണ്ട് നിന്നയാൾ തന്റെ സഹോദരിയുടെ മുഖം പിളർത്തുന്നതാണ്. ഒരു നിമിഷത്തേക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പകച്ചു നിന്നുപോയി. തന്റെ കൺമുന്നിൽ നടന്ന കാഴ്ച അത്രയ്ക്കും ഭയാനകമായിരുന്നു. ശേഷം അയാൾ തന്റെ അരികിലേക്ക് പതിയെ നടന്നു വരുന്നത് കണ്ട് ഡോണ ഇറങ്ങി ഓടി അവസാനം ഏതോ ഒരു കുന്നിൻ ചെരുവിലെ കാട്ടിൽ ഒളിച്ചിരുന്നു. അപ്പോഴും ദൂരെ നിന്ന് തന്റെ സഹോദരിയുടെ വാവിട്ട നിലവിളി ഡോണയ്ക്ക് കേൾക്കാമായിരുന്നു. 3 വർഷം 6 മാസം 17 ദിവസമായിട്ട് പോലും ഇന്നും ആ നിലവിളി ഞാൻ ഓർത്തിരിക്കുന്നു. കാട്ടിൽ നിന്ന് വരുന്നത് എന്തോ ആകട്ടെ, അവ രാത്രിയിൽ മനുഷ്യനെ കൊല്ലുക മാത്രമല്ല, ക്രൂരമായി ടോർച്ചർ ചെയ്ത് അതിൽ നിന്നും വിനോദം കണ്ടെത്തുന്നവർ കൂടിയാണ്. എന്നിട്ട് ഡോണ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ ഗ്രാമത്തിൽ എത്തപ്പെട്ടു, അല്ലെങ്കിൽ കഥ മറ്റൊന്നായേനെ. ഇതേ സമയം തബീത്തയുടെ മകളായ ജൂലി കോളനി ഹൗസിലെ അന്തേവാസിയായ ഫാത്തിമയ്ക്കൊപ്പം സമയം ചെലവഴിക്കുകയായിരുന്നു. ഒരുപക്ഷെ ആ ഗ്രാമത്തിലെ തന്നെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വ്യക്തിത്വമുള്ള ഒരാൾ കൂടിയാണ് ഫാത്തിമ. ജൂലിയെ അവൾ തന്റെ കിടപ്പറയിലേക്ക് എത്തിച്ച് ജനൽപ്പാളികൾക്കരികിലെ കർട്ടൻ നീക്കി. എന്നിട്ട് അവൾ പറഞ്ഞു, താഴേക്ക് നോക്കരുത്, ദൂരേക്ക് നോക്കൂ. ഒരു കുന്നിന്റെ മുകളിലാണ് കോളനി ഹൗസ്. നിലാവെളിച്ചത്തിൽ തിളങ്ങുന്ന ഗ്രാമത്തെയാണ് ആ ജനലിലൂടെ ജൂലി കണ്ടത്. ഈ ഒരൊറ്റ സീക്വൻസ് മാത്രം മതി ഫാത്തിമ എന്ന ക്യാരക്ടർ എത്രത്തോളം പോസിറ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. തങ്ങൾ എത്തപ്പെട്ട സ്ഥലത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരുന്ന ജൂലിക്ക് ആ കാഴ്ച ഒരു സമാധാനമായിരുന്നു. ഇത്രയും സങ്കീർണമായ കാര്യങ്ങളുള്ള ഗ്രാമത്തിലെ എല്ലാ കാര്യങ്ങളും ബോയ്ഡൻ ഒറ്റയ്ക്ക് മേൽനോട്ടം വഹിക്കുവാൻ സാധിക്കുന്നതല്ല. അദ്ദേഹത്തിന്റെ വലം കൈയാണ് കെന്നി. ചൈനീസ് വേരുകളുള്ള ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഫൂഹൻ എന്നാണ്. പക്ഷേ കഥയിലുടനീളം കെന്നി എന്നാണ് വിളിക്കാറുള്ളത്. അദ്ദേഹത്തിന്റെ അമ്മ ഈ നശിച്ച ഗ്രാമത്തിൽ ഒരു ഭക്ഷണശാല നടത്തുന്നുണ്ട്. ഈ സ്ഥലത്ത് ആളുകൾ ഭക്ഷണം കഴിക്കാനും മറ്റു പ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒത്തുകൂടുന്നു. സീരീസിൽ ഇതിനെ ഡൈനർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കോളനി ഹൗസിലെ ഒരു കോണിപ്പടിയിലിരുന്ന് താൻ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടതെന്ന് കെന്നി ഓർത്തെടുക്കുന്നു. അയാളുടെ അച്ഛന് മറവി രോഗമുണ്ട്, അതായത് ഡിമെൻഷ്യ. ഒരു ദിവസം ആ വൃദ്ധൻ ആരോടും പറയാതെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. അവസാനം അയാളെ കണ്ടുപിടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് കെന്നിയും കുടുംബവും റോഡിന് കുറുകെ കിടക്കുന്ന മരവും അലമുറയിട്ട് കരയുന്ന കാക്കകളെയും കണ്ടത്. അതിൽ പിന്നെ അവർ ഇവിടെ തന്നെയാണ്. മറവി രോഗമുള്ളതുകൊണ്ടും സ്ഥലകാലബോധമില്ലാത്തതുകൊണ്ടും ഈ വൃദ്ധരെ ക്ലിനിക്കിലാണ് താമസിപ്പിക്കാറുള്ളത്. രാത്രികാലമായാൽ ഇയാളെ ബേസ്മെന്റിലേക്ക് കൊണ്ടുപോകും. കാരണം തിരിച്ചറിവില്ലാതെ ഒരു തവണ കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ തിരിച്ചെത്താൻ ആളുണ്ടാകില്ല. അദ്ദേഹത്തിന് ഒരു ചെസ് ബോർഡ് കൊടുത്താൽ എവിടെ വേണമെങ്കിലും ആരുടെ കൂടെ വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും അദ്ദേഹം ചിലവഴിക്കും. തുടർന്ന് സൂര്യൻ ഉദിച്ച ശേഷമാണ് ഈ വൃദ്ധനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അത്രയും സൂക്ഷ്മമായാണ് കെന്നി അദ്ദേഹത്തിന്റെ അച്ഛന്റെ സുരക്ഷ ഉറപ്പാക്കിയിരുന്നത്. പക്ഷെ കാലം കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. കെന്നിയുടെ അമ്മ നടത്തുന്ന ഭക്ഷണശാലയിലെ സഹായിയായിരുന്നു സാറ. ഈ സ്ഥലം മനുഷ്യനെ ശാരീരികമായി മാത്രമല്ല മാനസികമായും വേട്ടയാടാറുണ്ടെന്നുള്ള സൂചനയാണ് സാറ നൽകുന്നത്. മറ്റാർക്കും കേൾക്കാത്ത ശബ്ദം അവളുടെ ഉള്ളിൽ നിന്ന് അവൾക്ക് തന്നെ കേൾക്കാം. അവളുടെ തോട്ടുകൾ എന്താണെന്ന് വെച്ചാൽ, തോട്ട്സ് അല്ല, അവൾ കേൾക്കുന്ന ശബ്ദം എന്തെന്ന് വെച്ചാൽ, നീ അങ്ങനെ ചെയ്യണം, ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കും. അവസാനം ആ നഗരത്തിലെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി അവൾ ചില കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ അവൾ നിസ്സഹായയായി കരഞ്ഞുകൊണ്ട് തൻ്റെ ശരീരത്തിലെ ചോരക്കറ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ സഹോദരൻ എന്തോ പന്തികേട് തോന്നിയിട്ടുണ്ടാകണം. അവൻ കാര്യങ്ങൾ ആരാഞ്ഞു. തുടർന്ന് അവൾ ചെയ്തു പോയ കാര്യങ്ങളെല്ലാം ഒന്നൊന്നായി വിശദീകരിച്ചു. മുൻപ് ജിമ്മും കുടുംബവും സഞ്ചരിച്ച വാനിന് ഓപ്പോസിറ്റായിട്ട് ഒരു കാറ് വന്നിരുന്നു. അതിലെ യാത്രക്കാരനെ ക്ലിനിക്കിൽ ശുശ്രൂഷിക്കുന്നതിനിടയിൽ സാറ കുത്തിക്കൊല്ലുന്നു. തുടർന്ന് ക്ലിനിക്കിൽ താമസിക്കുന്ന കെന്നിയുടെ അച്ഛനെയും അവിടെയുള്ള പരിചാരകരെയും കുരുതിക്ക് കൊടുക്കും വിധം ജനൽപ്പാളികളും വാതിലുകളും തുറന്നിട്ടു.
ഒരുപക്ഷെ താൻ ചെയ്തു പോയ തെറ്റ് ആ രാക്ഷസരുടെ മേൽ പഴിചാരാൻ വേണ്ടിയായിരിക്കണം ഇത്. അങ്ങനെ അടുത്ത ദിവസം സൂര്യൻ ഉദിച്ചു. വാനിലുള്ളവരെല്ലാം തിരിച്ച് കോളനി ഹൗസിലേക്ക് വന്നു. നേരം പുലർന്ന് കെന്നി ആദ്യം ഓടിയത് ക്ലിനിക്കിലേക്കാണ്. അവിടെ ചെന്നതും ഡോർ തുറന്നു കിടക്കുന്നതായി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മാത്രവുമല്ല, നിലത്ത് വീണു കിടക്കുന്ന ആ മാന്ത്രിക കല്ലും. അവസാനം അയാൾ കാര്യങ്ങൾ മനസ്സിലാക്കി. ക്ലിനിക്കിലുള്ള എല്ലാവരുടെയും മൃതദേഹം അദ്ദേഹം കണ്ടു. അവസാനമായി തൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി അദ്ദേഹം ബേസ്മെന്റിലേക്ക് നടന്നു. കണ്ട കാഴ്ച നടുക്കുന്നതായിരുന്നു. രോഗബാധിതനായ തൻ്റെ അച്ഛൻ്റെ ശരീരം പിളർത്തി തുരന്നു വെച്ചിരിക്കുന്നു. ഇതിനെല്ലാം പിന്നിൽ സാറയും അവൾ കേൾക്കുന്ന ശബ്ദവുമാണെന്ന് കെന്നിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കഥയുടെ ഒരു സ്ഥലത്ത് വെച്ച് ജിം ബോയ്ഡിനോട് ചോദിക്കുന്നുണ്ട്, പുറത്ത് എത്ര ആളുകളുണ്ടെങ്കിൽ എന്താ, നിങ്ങളുടെ കയ്യിൽ തോക്കില്ലേ എന്ന്. തോക്കുകൊണ്ടൊന്നും ഒരു നിവർത്തിയുമില്ലെന്ന് അദ്ദേഹം തിരിച്ചും പറയുന്നുണ്ട്. ഒരു കൂട്ടം നിസ്സഹായരായ മനുഷ്യരുടെ കഥ പറയുന്ന ഫ്രമ്മിന്റെ 2ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ജിമ്മിന്റെ ഇളയ മകനായ ഈഥൻ കോളനി ഹൗസിലെ ജനൽ ചില്ലിലൂടെ ഒരു ബാലനെ കാണുന്നതാണ്. ആ കുട്ടിയുടെ വേഷവിധാനം എന്ന് പറയുന്നത് വെള്ള ഷർട്ടും വെള്ള ട്രൗസറുമായിരുന്നു.